വയനാട് മേപ്പാടിയിൽ കാട്ടാനയെ തുരുത്തുന്നതിനിടെ വനംവകുപ്പിന്റെ നേരെ വീണ്ടും പാഞ്ഞെടുത്ത് കാട്ടാന. വൈകിട്ട് RRT സംഘത്തിന് നേരെ ആനകൾ തിരിഞ്ഞു. 2 കുട്ടികൾ ഉൾപ്പെടെ 6 ആനകളാണ് ജനവാസ മേഖലയിലെത്തിയത്. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ നെടുമ്പാല, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഈ RRT സംഘം ഇപ്പോൾ എവിടെയാണ്? അജി, ഇന്ന് രാവിലെ മുതൽ തന്നെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയായിരുന്നു. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് കാട്ടാനയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചത്. നമുക്കറിയാം, ആദ്യം 6 മണി സമയത്ത് തന്നെ സമാനമായ രീതിയിൽ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനിടെ RRT സംഘങ്ങൾക്ക് നേരെ കാട്ടാന തിരിഞ്ഞോടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ആനയെ ഈ മാപ്പിളത്തോട്ടം ഭാഗത്ത് നിന്ന് അമ്പലക്കുന്ന് ഭാഗത്തേക്കാണ് ആനയെ തുരത്തിയത്. ഈ തുരത്തുന്നതിനിടയിലാണ് വീണ്ടും RRT സംഘത്തിന്റെ വാഹനത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത്. RRT സംഘം ഈ ആനയെ തുരത്തി RRT സംഘത്തിന്റെ വാഹനത്തിൽ ആനയെ തുരത്തി കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. അതിനിടയിലാണ് 6 ആനകളാണ് ഈ സംഘത്തിലുള്ളത്. ഈ 6 ആനയിൽ നിന്ന് ഒരാന പുറകോട്ട് വന്ന് RRT വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ഭീകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും ആനയെ തുരത്തുന്നതിലുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിച്ചു വരികയാണ്. വൈകാതെ തന്നെ ആനയെ കാട് കയറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്.